ഹായ് വെൽക്കം ടു ജംഷീസ് ഡിലൈറ്റ്സ്. ഇറ്റ്സ് മീ ജംഷീല. അപ്പോൾ ഇന്ന് പഠിക്കാൻ തുടങ്ങണം എന്ന് നമ്മൾ വിചാരിച്ച് വെച്ച ദിവസമാണ്. ഓക്കെ, അപ്പോൾ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഭരണഘടന കംപ്ലീറ്റ് ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മൾ ഈ ഒരു പഠനം ആരംഭിക്കുന്നത്. ഞാൻ ആദ്യം കുട്ടീനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടീനെ ഉറക്കി പഠിക്കാൻ വേണ്ടി ഇരുന്ന് പേജ് മറിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ഹസ്ബൻഡിന് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ചായ വേണമെന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്, ചായ ഉണ്ടാക്കി കൊടുത്തോ, ഇപ്പോൾ കൂടി ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു. വീണ്ടും പഠിക്കാനിരുന്നതിന് ശേഷം ഞാൻ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ആദ്യം എന്ത് ചെയ്തെന്നറിയോ, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ 15 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് ഭരണഘടന കംപ്ലീറ്റ് ചെയ്യണമെന്ന്. ഏകദേശം ഭരണഘടന എത്ര പേജ് ഉണ്ട് എന്ന് ഞാനൊന്ന് മനസ്സിലാക്കി. മറിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ ആ ഒരു അത്ഭുതകരമായ കാര്യം മനസ്സിലാക്കിയത്. ഏകദേശം 349 പേജസാണ് നമുക്കിതിൽ പഠിക്കാൻ വരുന്നത്. എന്ത് ചെയ്തു, ജസ്റ്റ് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാക്കിയെടുത്തു. പിന്നെ ഇതിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ച് വെച്ചതാണ്. അതാണ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ അത് മനസ്സിലാക്കി ശേഷം ഞാൻ എന്ത് ചെയ്തു, ഏകദേശം കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ്, പക്ഷേ എങ്കിൽ കൂടി ഇതിലുള്ള ഡേറ്റ് പോലത്തെ കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നമുക്ക് ചോദിക്കുന്നുണ്ട്. അതുപോലെ കുറേ ആളുകളുടെ പേര് നമുക്ക് ഭരണഘടനയിൽ പഠിക്കാനുണ്ട്. പിന്നെ കുറേ റൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചതുപോലെയല്ല നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചോദിക്കണം. അപ്പോൾ വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ അതിനെ ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെടുത്തു. ശേഷം ഞാൻ സിലബസ് നമ്മുടെ കയ്യിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനത് എടുത്തു വെച്ചതിൽ എൻ്റെ കുറേ കലാപരിപാടികൾ നടത്തിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ കലാപരിപാടി എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു മോട്ടിവേഷൻ ആകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് മോട്ടിവേഷൻ കോഡ്സ് എനിക്ക് വേണ്ടി വായിക്കാൻ ഞാൻ എഴുതി അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതൊക്കെ ഒന്നെടുത്ത് നോക്കി, കുറേ കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച കാര്യമാണ് എന്ന് ജസ്റ്റ് നിങ്ങൾ ഓർക്കുക. അപ്പോൾ എന്നെ അതൊന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനതൊന്ന് വായിച്ചു മനസ്സിലാക്കി. ഭരണഘടനയുടെ സിലബസ് എടുത്ത് നോക്കി. ഏകദേശം നോക്കിയപ്പോഴാണ് ഞാനതിലൊരു 350 പേജ് പഠിക്കാനുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ഒരു സിലബസിനെ ഒന്ന് മനസ്സിലാക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഞാൻ മനസ്സിലാക്കുകയാണ്. ഏകദേശം 5 മാർക്കിനാണ് ഭരണഘടന വരുന്നത് എന്ന് നമുക്കറിയാം. ഏകദേശം 349 പേജ് പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന മാർക്ക് 5 മാർക്കാണ്. ഞാനിങ്ങനെ വെയിറ്റേജ് അനുസരിച്ചിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ ഏരിയ കൂടുതൽ മാർക്ക് കിട്ടുന്ന കാര്യങ്ങൾ, അത് എത്ര പേജസ് പഠിക്കണം. റാങ്ക് ഫയൽ ഒരു തല തൊട്ടിട്ട് ഒരു തല വരെ പഠിക്കുക എന്നുള്ളതല്ലാട്ടോ ഉദ്ദേശം. പക്ഷേ ബേസിക്കായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക, നമ്മളവിടെ നോക്കി പഠിക്കുക, ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. ഭരണഘടനയാണ് ഫസ്റ്റ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ 10 ദിവസം കൊണ്ട് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനാണ്. ചില ടോപ്പിക്ക് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. ചില കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് ഒന്ന് വായിച്ചു പോയാൽ മതി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അറിയാത്ത ഭാഗം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. സ്റ്റാർട്ടിങ്ങിലുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കൊടുക്കുന്ന ഒരു ചലഞ്ചാണ്. ഓക്കെ, ഇപ്പോൾ 10 ദിവസം കൊണ്ട് ഇത്രയും പേജ്, ഏകദേശം 300 സംതിങ് പേജ് ഉണ്ട്. അപ്പോൾ ഇത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് നോർമലായിട്ട് പറ്റൂല. പക്ഷേ എനിക്ക് പരമാവധി അത്ര പറഞ്ഞാൽ അതിൻ്റെ പകുതിയെങ്കിലും എത്തുള്ളൂ എന്നുള്ള ധാരണയിലാണ് ഞാനത് നോക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു 2 ടൈംസ് ഓരോ ലൈന് വെച്ചിട്ട് ഞാൻ വായിക്കും. അപ്പോൾ എനിക്ക് ഏകദേശം അറിയുന്ന കാര്യങ്ങൾ കിട്ടും. അറിയാത്ത കാര്യങ്ങൾ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് പോകും. അറിയുന്നത് എന്ത് ചെയ്യില്ല, ടിക്ക് ചെയ്യില്ല. അറിയാത്തത് മാത്രം ജസ്റ്റ് ഒന്ന് ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് പോകാനാണ് വിചാരിച്ചിട്ടുള്ളത്. അതിനുശേഷം എന്ത് ചെയ്യും, ഇതുമായിട്ട് ബന്ധപ്പെട്ട് PYQ മൊബൈലിൽ നോക്കിയിട്ട് ചെയ്യാനാണ് ഉദ്ദേശം. അപ്പോൾ ഏകദേശം എത്ര പേജ് വായിക്കാൻ പറ്റും. ഇന്ന് ഡേ 1 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം വായിക്കാൻ പറ്റും എന്നുള്ളത്.
ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഇത് ചെയ്യണത്, ഡേ 1. അപ്പോൾ ഞാൻ 11:30 ടൈമിന് പഠിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്ത് തുടങ്ങിയതാണ്. 10:30 തുടങ്ങിയതായിരുന്നു. 10:30 കുട്ടി ഉണ്ടായതുകൊണ്ട് പിന്നെ കരച്ചിൽ, പിന്നെ കുട്ടി 11:30 ഉറങ്ങി. അതിന് ശേഷം ഹസ്ബൻഡിന് ചുമക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കാര്യങ്ങൾ. ഇപ്പോൾ ടൈം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഉദ്ദേശിച്ചിട്ടുള്ളത് 12 to 1 എനിക്ക് പഠിക്കാൻ വേണ്ടി കിട്ടണം എന്നാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എന്നോട് ചെയ്യുന്ന ചലഞ്ചായിട്ട് എടുക്കുകയാണ്. ഈ സമയത്തേക്ക് വേറെ ഒരുപാട് പണികൾ പെൻഡിങ് ആണ്. ഞാൻ അത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, എനിക്ക് പഠിക്കാൻ പറ്റൂല. എനിക്ക് വളരെ ബുദ്ധിമുട്ടാവും. കാരണം അത് കഴിയുമ്പോഴത്തേക്കും കുട്ടി എണീക്കും, പിന്നെ എന്ത് ചെയ്യും, പിന്നെ പഠിക്കാനുള്ള ടൈം എനിക്ക് സെറ്റ് ആവില്ല. അപ്പോൾ ഉച്ചയാവും. അപ്പോൾ ഇന്ന് എക്സാം എന്തായാലും അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് 2 മണിയാകുമ്പോൾ. 1 മണിയാകുമ്പോഴേക്കും ഒരു 1:30 വരെ പഠിച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് നിസ്കാരം ഭക്ഷണം കഴിക്കലും കഴിഞ്ഞ് വയസ്സായവർക്കൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, എക്സാം എഴുതണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. ശരിയാവുമല്ലേന്ന് അറിയില്ലല്ലോ. നമ്മൾ ഒന്നും ഇത്രയും ടൈം എടുക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യാതിരുന്നാൽ പറ്റൂല. എനിക്ക് എന്തായാലും ഒരു 3/4 മണിക്കൂറെങ്കിലും ഞാൻ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് നോക്കി നോക്കാം. 1348 പേജ് വരെയാണ് നമ്മൾ പഠിച്ചത്. അതായത് നമ്മളെ ചാപ്റ്റർ ആക്ട് ഉണ്ടല്ലോ, 1853 ചാപ്റ്റർ ആക്ട്, അതുവരെയാണ് പഠിച്ചത്. ഇനി ക്രൗൺ ഭരണം, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ 1ാം സ്വാതന്ത്ര്യ സമരം 1858 സ്വാതന്ത്ര്യ സമരം തൊട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ നിർത്തുകയാണ്. കാരണം എന്താ വെച്ചാൽ കുട്ടി നീച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് 6 പേജാണ് കേട്ടോ ഒന്ന് പഠിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോഴേക്കും കുട്ടി എണീറ്റു. ഇനി പഠിക്കൽ പ്രായോഗികമല്ല, 1 മണിക്കൂറും കൊണ്ടാണ് കേട്ടോ ഏകദേശം 6 പേജ് കവർ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഫസ്റ്റായിട്ട് തുടങ്ങുകയല്ലേ കുറേ കാലത്തിന് ശേഷം, അപ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് വായിക്കുന്നത് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്നും ചെയ്തിട്ടില്ല എന്നതിൽ നിന്നും ഞാൻ 6 പേജിൽ നിന്ന് വായിച്ചു എന്ന സമാധാനത്തോടു കൂടി ഒന്ന് ഉറങ്ങാൻ പറ്റും. അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്നറിയോ, എല്ലാവരും ബ്രേക്ക് ചെയ്യുക. നിങ്ങളെ മടി കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്താൽ തുടങ്ങുക, എക്സ്ക്യൂസുകൾ മാറ്റി വെക്കുക. മടി എന്നുള്ളത് നമ്മുടെ കൂടപ്പിറപ്പാണ്, കൂടെ വരും. പക്ഷേ ഈ ഒരു ജോലിയുടെ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കിയിട്ട് മാറ്റി വെക്കുക. കുറച്ച് നേരം കുട്ടീനെയൊക്കെ കളിപ്പിച്ചു. നമുക്ക് എത്ര കാര്യങ്ങൾ ബാക്കി ഉണ്ട് എന്ന് പറഞ്ഞാലും കുട്ടികൾക്ക് നമ്മളുടെ ഒരു അറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടൈമാണല്ലോ. ഇപ്പോൾ ഞാൻ വർത്തമാനം പറയുക, അവളങ്ങനെ കളിപ്പിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അവൾ കുറച്ച് നേരം എൻ്റെ ഇപ്പോൾ കളിച്ച് കടന്നു. അതിന് ശേഷം എന്ത് ചെയ്തു, ഞങ്ങൾ വീണ്ടും പിന്നെ ഭക്ഷണം കഴിക്കാൻ കാര്യങ്ങൾ ബാക്കി പണികളിലേക്കൊക്കെ നീങ്ങി. എന്തായാലും ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.